എല്ലാവർക്കും കിട്ടുന്ന മൺസൂൺ ഓഫർ. മഴ പെയ്തപ്പോൾ തന്നെ അതിനുള്ള മരുന്ന് കമ്പനി തന്നു കഴിഞ്ഞു. കമ്പനി കേരളത്തിലെ മുഴുവൻ മീറ്റിംഗ് സെന്ററും എൻട്രി ഫ്രീ ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി മീറ്റിംഗ് സെന്ററിലേക്ക് ഗസ്റ്റിനെ കൊണ്ടുപോകുമ്പോൾ 30 രൂപ എൻട്രി ഫീസ് കൊടുക്കണം എന്നുള്ള പ്രശ്നം കൊണ്ട് ഗസ്റ്റ് വരാത്ത ഒരു പ്രശ്നമില്ല. നമ്മളെ പൈസ എടുത്ത് 30 രൂപ കൊടുക്കാനില്ലാത്ത പ്രശ്നം വേണ്ട. അപ്പോ എല്ലാ കാറ്റഗറി ആളുകൾക്കും എത്ര ആൾ വേണമെങ്കിലും മീറ്റിംഗ് പങ്കെടുപ്പിക്കാൻ എൻട്രി ഫീസ് എന്നൊരു തടസ്സം കമ്പനി എടുത്ത് മാറ്റുകയാണ്. അടുത്ത മാസം മുതൽ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ തൊട്ടടുത്ത മാസം ഈ മന്ത്ലി കട്ട് ഓഫ് കൂടി അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയോട് കൂടി ഈ 31 കൂടി പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഗുഡ് ന്യൂസ്. ഇനി വഴിയെ ഇതിനേക്കാൾ എത്രയോ മികച്ചത് വരാനുണ്ട്. അവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഇപ്പോ ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തതെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്ന്, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് നമുക്ക് ബിസിനസ്സുകാരാണ്, പക്ഷെ തുടക്കക്കാര് ബിസിനസ്സുകാരാവില്ല. ഒന്നുകിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ്, ഉൽപ്പന്നം ഉപയോഗിച്ച് വിശ്വാസം വന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഥവാ സെല്ലേഴ്സ്, സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ, അതിനുശേഷമാണ് അവര് ബിസിനസ്സായിട്ടേക്ക് പോകുന്നത്. ഒരു സെയിൽസ്മാൻ ഒറ്റയ്ക്കായിരിക്കും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടാവുക. ഒരു ബിസിനസ്മാൻ 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ഉപയോഗിച്ച് വിൽപ്പന നടത്തുന്ന ആളായിരിക്കും. അപ്പോ ഒരു സെയിൽസ്മാനും, അതായത് ഒറ്റയ്ക്ക് ഉൽപ്പന്നം നേരിട്ട് കസ്റ്റമർ കണ്ട് വിൽക്കുന്ന ഒരു സെയിൽസ്മാനും അല്ലെങ്കിൽ ഒരു സെല്ലറും 100 കണക്കിന് 1000 കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ച് ഉൽപ്പന്നങ്ങൾ വിൽപ്പിക്കുന്ന ബിസിനസ്സുകാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതില് ഒന്നാമത്തത് സെയിൽസ്മാൻ ഇൻഡിവിജ്വലാണ്, ബിസിനസ്മാൻ ഒരു ഗ്രൂപ്പ് ആളുടെ ലീഡറാണ്. അത് കഴിഞ്ഞാൽ അതിന് അടുത്ത പ്രധാനപ്പെട്ട വ്യത്യാസം, സെയിൽസ്മാന് നല്ല പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം, എന്നാൽ ബിസിനസ്മാന് അത് വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഉൽപ്പന്നം കൊടുക്കുന്ന സമയത്ത് ആ ഉൽപ്പന്നം എന്തിന്, എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. കോമ്പറ്റേറ്റർ ഉണ്ടെങ്കിൽ അവന്റെ റേറ്റും നമ്മളെ റേറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് കാരണം എന്തെന്ന് നമ്മൾ അവരെ അവിടെ പ്രൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ മാത്രമുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ 2000 മുതൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നതാണ്. ഇപ്പൊ 25ാമത്തെ വർഷമാണ് ഞാൻ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. മൾട്ടി മാർക്കറ്റിംഗ് ആണ് കേട്ടോ, മാർക്കറ്റിംഗ്. ഞാൻ തുടക്കകാലത്ത് വെയിങ് മെഷീനുകളും ലോറിയൊക്കെ തൂക്കുന്ന വെയിങ് ബ്രിഡ്ജുകളും ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനുകൾ, അതായത് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചായപ്പൊടിയും ഒക്കെ അങ്ങനെ പാക്കായിട്ട് 50 ഗ്രാമിന്റെ 100 ഗ്രാമിന്റെ ഇങ്ങനെ കൊല പോലെ തൂങ്ങി കിടക്കുന്ന പണ്ടത്തെ പാൻബരാഗും ഹാൻഡ്സും ഒക്കെ അങ്ങനെ കിടക്കുന്നത്, റോജാ പാക്കുമാരി അതിങ്ങനെ കൊലയിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കോലുമുട്ടയൊക്കെ അങ്ങനെ കൊലയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക് പാക്ക് ചെയ്യുന്ന മെഷീന്റെ മാർക്കറ്റിംഗ്, അതായിരുന്നു എന്റെ പ്രധാന ജോലി. അപ്പോ ഞാൻ ഒരു സെയിൽസ്മാൻ ആണ്. ആ നിലയിൽ ഞാൻ ഒരു കസ്റ്റമർ പോയി കാണുമ്പോൾ ഞാനൊരു മെഷീന് ഒരു 2.5 ലക്ഷം 2.25 ലക്ഷം കൊട്ടേഷൻ കൊടുത്താൽ, അത് സാധാരണ മെഷീൻ അന്നത്തെ വില ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഹൈ സ്പീഡ് മെഷീന് 10 ലക്ഷം 12 ലക്ഷം ഒക്കെ ഉണ്ട്. അത്തരം മെഷീനുകൾ ഞാൻ ഒരാളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുമ്പോൾ അവര് അയ്യോ ഇതിനേക്കാൾ വില കുറഞ്ഞു, ഇതിനേക്കാൾ 25,000 രൂപ കുറഞ്ഞിട്ട് കോയമ്പത്തൂർ നിന്ന് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വേറെ കിട്ടിയിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു കമ്പനി ചെല്ലുമ്പോൾ 3-4 കമ്പനികൾ അവിടെ ഏറ്റവും മിനിമം കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരുകാരൻ ഞാൻ 2.5 ലക്ഷത്തിന് കൊടുക്കാന്ന് പറഞ്ഞ മിഷൻ അവ 2.25 കൊടുക്കാന്ന് പറഞ്ഞാൽ അടുത്ത എന്റെ പണി ഞാൻ 2.20 തരാൻ പറയലല്ല,
അതാർക്കും പറ്റുമോ? അതല്ലെങ്കിൽ ഞാൻ 2 പറഞ്ഞപ്പോ കോയമ്പത്തൂർ 2 ഞാൻ 1.5 അങ്ങനെ ലാഭമില്ലാതെ വിൽക്കുക അല്ലെങ്കിൽ നഷ്ടത്തിന് വിൽക്കലല്ല എന്റെ പണി. അവിടെയാണ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജിന്റെ പ്രാധാന്യം. ഞാൻ കസ്റ്റമർ മുമ്പിൽ വെച്ച് തന്നെ കമ്പാരിസൺ തുടങ്ങും. എനിക്ക് ആ മെഷീന്റെ A to Z പോയിന്റുകൾ അറിയാം. അതിന് ഓരോ സ്പെയറിനെ കുറിച്ചും എനിക്ക് നല്ല ധാരണയുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും മെഷീനെ കുറിച്ച് പഠിപ്പിക്കാനല്ല, എന്തിന് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രൊഡക്റ്റോളജി വേണം അത് പറയാൻ വേണ്ടി പറയാണ്. ഞാൻ എന്റെ അനുഭവത്തോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങൾ പറയുന്നത്. ഞാൻ പറയും, ഈ ഓട്ടോമാറ്റിക് മെഷീനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ മോട്ടറാണ്. ആ മോട്ടർ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ കമ്പനിയുടേത് ക്രോംടെക് ഗ്രീസിന്റെ ആണ്. നിങ്ങൾ പറഞ്ഞ കോയമ്പത്തൂർ കമ്പനി, അത് അവിടുത്തെ ലോക്കൽ മേഡ് ശാന്തി, അതാണ്. എന്റേത് ബെസ്റ്റ് കോപ്പർ അതിനകത്ത് വേണ്ടിയിട്ടുണ്ടാവുക. മറ്റേത് കോപ്പർ ആണോ അത് അലൂമിനിയം ആണോ നിങ്ങൾ അയച്ചു നോക്കേണ്ട എപ്പോൾ മനസ്സിലാവും. ഒന്ന്, ആ മോട്ടർ അതേലും വർക്ക് ചെയ്യില്ല. 2, പവർ കൺസംഷൻ കൂടുതലായിരിക്കും. അടുത്ത പറയൂ, അതിനകത്തുണ്ടല്ലോ ഒരുപാട് ബിയറിങ്ങുകൾ ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ചില ബെയറിംഗ് എങ്കിലും അതിനകത്തുണ്ട്. ആ ബെയറിംഗ് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ബെയറിംഗ് ആയ SKF ആണ്. അവരുപയോഗിക്കുന്നത് ലോക്കലാണ്. ഒന്ന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും അലൈൻമെന്റ് മാറും, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവും. അത് കഴിഞ്ഞ ഗിയർ ബോക്സ്, അത് കഴിഞ്ഞ ചെയിന്, ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഞാൻ എന്റെ വില വ്യത്യാസം കമ്പയർ ചെയ്ത് കാണിക്കും. ഒരു മൊത്തം കൂട്ടി നോക്കുന്ന സമയത്ത് വിലയിൽ ഞാൻ തമ്മിൽ ശരിക്കും പറയണ ഒരു 55,000 അല്ലെങ്കിൽ 75,000 വ്യത്യാസം വേണം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആദ്യ റേറ്റ് കുറച്ചായിട്ട് തരണ്ട. നിങ്ങൾ ഇനി വേറെ ഏതെടുക്കുകയാണെങ്കിലും 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും എന്ന് പറഞ്ഞാൽ ഇറങ്ങും. അപ്പൊ പിന്നെ അവർ പറയുന്നത് മെഷീൻ വേറെ വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഡിസ്കൗണ്ട് എത്ര, ഒരു മിനിമം ഡിസ്കൗണ്ട് കൊടുക്കും, സെയിൽസ് ക്ലോസ് ചെയ്യും. ഇവിടെ അതിന്റെ ഓരോ കമ്പൗണ്ടിനെ കുറിച്ചും സ്പെയർ പാർട്സിനെ കുറിച്ചും വ്യക്തമായ ധാരണയും അതിന്റെ റേറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ആ സെയിൽസ് എനിക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത്. ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇന്ന സാധനം ഇന്ന വില വരുന്നത്, അത് ഏത് ക്വാളിറ്റി ഉൽപ്പന്നമാണ്, അതെങ്ങനെയാണ് പാക്ക് ചെയ്ത്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആൾക്ക് റേറ്റ് ഒരു പ്രശ്നമേ അല്ല. അവിടെയാണ് ഒരു സെയിൽസ്മാന്റെ മിടുക്ക് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്മാൻ എന്ന് പറയണ നിർബന്ധമൊന്നുമില്ല. എന്റെ മുതലാളിക്ക് ഞാൻ അന്ന് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഉൽപ്പന്നങ്ങളെ കുറിച്ച് എന്റെ ധാരണ എന്റെ മുതലാളിക്ക് ഉണ്ടായിരുന്നില്ല. എന്നെ അയാളല്ലത് പറഞ്ഞു പഠിപ്പിച്ചത്. ഞാൻ ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെന്ന് ഓരോ സാധനങ്ങളും കണ്ട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് മാർക്കറ്റിംഗിന് എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട്. എന്റെ ബോസിന് അറിയില്ല അതിനകത്തുള്ള ഏതൊക്കെയാണ് അതിനകത്തുള്ള ബെയറിങ്, ഏതാണ് മോട്ടർ, ഏതാണ് ഗിയർ ബോക്സ് എന്ന് ആൾക്ക് അറിയില്ല. ആൾക്ക് എന്നെ പോലെ ഒരുപാട് തൊഴിലാളികളുണ്ട്, അവർ ഉൽപ്പന്നം വിൽക്കുന്നുണ്ട്, ആൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. സെയിൽസ്മാന് അവന്റെ പ്രോഡക്റ്റ് ആണ് പ്രധാനം, ബിസിനസ്മാന് അവന്റെ പ്രോഫിറ്റ് ആണ് പ്രധാനം. അപ്പോ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ഉൽപ്പന്നം വിൽക്കാൻ കഴിയുള്ളൂ, ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ടീമിന് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് അവനെ നല്ല കോൺഫിഡൻസിൽ ഫീൽഡിലേക്ക് ഇറക്കണമെങ്കിൽ അവനെ ഇത് നന്നായി നിങ്ങൾ പഠിപ്പിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രോഡക്റ്റ് നോളജ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഡയറക്ട് സെല്ലിങ്ങിനകത്ത് പ്രോഡക്റ്റിനേക്കാൾ പ്രധാനം ഓപ്പർച്യൂണിറ്റിക്കാണ്. അതിൽക്കാരത് യാതൊരു തർക്കവും ഇല്ല. നിങ്ങളെ ഡെയിലി ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ മാക്സിമം ആള് കാണുക, ഈ ഓപ്പർച്യൂണിറ്റി കുറിച്ച് സംസാരിക്കുക, അവരെ ഐഡി ക്രിയേറ്റ് ചെയ്യുക, ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, അതിനുശേഷം അവരെ പ്രൊഡക്റ്റ് പഠിപ്പിക്കുക. ഇവിടെ
പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിയാൽ മാത്രമേ പ്രൊഡക്റ്റിനെ കുറിച്ച് മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കത്തുന്ന മെഴുകുതിരിക്ക് മാത്രമേ മറ്റൊന്നിന് കത്തിക്കാനാവൂ. അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ എന്നും നിങ്ങളെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ ഫാമിലി ഉൽപ്പന്നങ്ങളായിട്ട് പോകുമ്പോൾ നാട്ടില് പ്രമുഖ വ്യക്തികളെ കാണാൻ പോകുമ്പോൾ കോൺഫിഡൻസ് തന്നെ സഹായിക്കും. അല്ലെ അങ്ങോട്ട് പോകാൻ ധൈര്യം ലീഡർ നിങ്ങൾ പോകില്ല. അപ്പൊ അതിന് പ്രോഡക്റ്റ് നോളജ് നിർബന്ധമാണ്. പിന്നെ ഈ വരുന്ന 4-ാം തീയതി നമ്മൾ നളന്തയിൽ വെച്ച് നടത്തുന്ന മെഗാ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനകത്തേക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് അവർ പഠിക്കുകയുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പം. ഈ ട്രെയിനിങ്ങിന് മുൻകൈ എടുത്തത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശൈലേഷ് സാറാണ്. അദ്ദേഹമാണ് ഈ വരുന്ന 4-ാം തീയതി ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നമ്മൾ FSS 2 നടത്തി. ഇനിയും അടുത്തത് ഒരു മെഗാ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിക്കോട്ടെ. അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് നമ്മുടെ ഡയമണ്ട് ലീഡർ അനൂപ് സാർ തന്നെ നേരിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു ട്രെയിനിങ് പ്ലാൻ ചെയ്തത്. സ്വാഭാവികമായും ഈ മേഖലയിൽ നിന്ന് കോടികൾ വരുമാനം വാങ്ങിച്ച അനൂപ് സാർ തുടക്കകാലത്ത് എനിക്കൊക്കെ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു തരികയും വഴികാട്ടിയാവുകയും ചെയ്തൊരു വലിയ വ്യക്തിത്വം. ഒരുപക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അല്ല നേരിട്ട് അയാളിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഈ 4-ാം തീയതി. അപ്പം നളന്തയുടെ വലിയ ഹാളിലാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. അത് ഏറ്റവും മികച്ച അവസ്ഥയിൽ, അതായത് LED വാളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റും അത് ഏറ്റവും നന്നായി മനസ്സിലാവുന്ന തരത്തിൽ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാനും അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നന്നായി പറഞ്ഞു തരാനും അതിന്റെ റിസൾട്ടുകൾ ചൂണ്ടിക്കാണിക്കാനും ആ റിസൾട്ടുകളൊക്കെ നേരിട്ട് നമുക്ക് ഫീഡ് ചെയ്തെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമായിരിക്കും അത്. നേരത്തെ ആയുർവേദ വെൽനസ് മേഖലയിൽ സെയിൽസിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തീർച്ചയായും അനൂപ് സാറിന്റെ ട്രെയിനിങ് വളരെ വാല്യുബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ലീഡേഴ്സ് അവരവരുടെ ടീമിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തി ഈ 4-ാമത്തെ പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഹാളില് എത്ര പേര് വന്നു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അവിടെ 1000 പേര് വരുമ്പോൾ നിങ്ങളുടെ 10 പേര് എങ്ങനെ ശനിയാഴ്ച GTS ആയി ബന്ധപ്പെട്ട് അവിടുത്തെ ടോട്ടൽ അവിടെ സ്ഥിരമായി പ്രോഗ്രാം പങ്കെടുക്കുന്ന ആൾക്കൊരു FSS വേണം, അത് ഞാൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഈ വരുന്ന ഞായറാഴ്ച അനൂപ് സാറാണ് ട്രെയിനിങ് എടുക്കുന്നത്. ആ ട്രെയിനിങ്ങിലേക്ക് മാക്സിമം നമ്പേഴ്സിന് എത്തിക്കാൻ ഓരോ ലീഡേഴ്സിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് ശൈലേഷ് സാറ് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് അതിന് പിന്നിൽ നിന്ന് മാക്സിമം എഫർട്ട് ഇടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിനകത്ത് വലിയ LED വാള് വേണം, മികച്ച സൗണ്ട് സിസ്റ്റം വേണം, മാക്സിമം ക്രൗഡ് വേണം. ഏത് മഴയാണെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് മാക്സിമം ടീമിനോട് എത്തിക്കണം. ആ പ്രോഗ്രാം സക്സസ് ആവുന്നത് തീർച്ചയായും അടുത്തൊരു പ്രോഗ്രാം ഇതിനേക്കാൾ മികച്ചത് പ്ലാൻ ചെയ്യാൻ ലീഡേഴ്സിന് പ്രചോദനമാവുകയും ചെയ്യും. അത്തരത്തിൽ വീണ്ടും വീണ്ടും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന് ടീമിനെ ലീഡേഴ്സിന് പ്രചോദനമാകുന്ന തരത്തിൽ നിങ്ങളൊക്കെ ഇത് ഏറ്റെടുത്ത് ഈ വരുന്ന 1-ാം തീയതി നടത്താൻ പോകുന്ന പ്രൊഡക്റ്റ് ട്രെയിനിങ്, പുതിയ പ്രൊഡക്റ്റ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം വന്ന് പറയുന്നതായിരിക്കും. അത് ഏറ്റെടുക്കാനും ടീമിന്റെ ബിലീഫ് വർദ്ധിപ്പിക്കാനും ആ കൂട്ടത്തിൽ ഇനി വരാൻ പോകുന്ന വലിയ ഇൻകം കിട്ടാവുന്ന തരത്തിലേക്കുള്ള കമ്പനിയുടെ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ എല്ലാത്തിനെയും ബേസ് ഈ പ്രൊഡക്റ്റ് സെല്ലിങ്ങിനാണല്ലോ. ആ ഒരു പ്രൊഡക്റ്റ് സെല്ലിങ്ങിന് ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ് സഹായിക്കും. അപ്പോൾ കമ്പനി പുതുതായി കൊണ്ടുവരാൻ പോകുന്ന എക്സ്ട്രാ ഇൻകം മുഴുവനും കിടക്കുന്നത് ഈ വരുന്ന
ഈ വരുന്ന ആഴ്ചയിൽ കിടക്കുന്ന പ്രൊഡക്ട് ട്രെയിനിങ്ങിലാണ് എന്നെല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും മാക്സിമം ആളുടെ പ്രോഗ്രാം പങ്കെടുപ്പിക്കണമെന്നും ശൈലേഷ് സാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്.